ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയഭോജ്യത്തിൽ ഇന്ന് നാം വിചിന്തനം ചെയ്യുന്നത് ഏതാനും വചനങ്ങളുടെ വെളിച്ചത്തിൽ പ്രശസ്തരാകാൻ നമ്മൾ ഒരുപാട് ചങ്കുപൊട്ടേണ്ടതുണ്ടോ? ഈ ഒരു പ്രവണത ഒരുപക്ഷെ പലരും കാണിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. ഇത് രണ്ട് സംഭവങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു അമ്മച്ചി മകനെക്കുറിച്ച് പറഞ്ഞാൽ, എൻ്റെ അച്ഛൻ അവന് ഈ കട്ട മസിലുണ്ടാക്കാനുള്ള ആ ഒരു പരിശ്രമം അത് ഞാൻ കണ്ടിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇവന് വല്ല ഭ്രാന്തായം, ഓവർ ദ ലിമിറ്റായിട്ട് അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ അതാണ് എപ്പോഴും മനസ്സിൽ, കട്ട മസിലുണ്ടാക്കണം. അങ്ങനെ എനിക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ പേരും പ്രശസ്തിയും അംഗീകാരവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടണം. വേറെ അമ്മച്ചു പറഞ്ഞാൽ, എൻ്റെ മകളുടെ പ്രവണത കണ്ടിട്ട് അവളെ അവിടെ തലയ്ക്ക് പിടിച്ചിരിക്കുന്നത് 10 പേരാൽ അറിയപ്പെടണം, എന്നെ അറിയണം. ഇനി അതിനുള്ള റീൽസ് എന്തെല്ലാം കാര്യങ്ങളാവും ചെയ്തു കൂട്ടുക. ഇങ്ങനെയുള്ള ചില ടെൻഡൻസീസ് ഒരുപക്ഷെ നമുക്കുണ്ടാകാം. നമ്മൾ ലൂക്ക 4 അല്ലെങ്കിൽ മത്തായി 4 ഏത് അധ്യായം വായിച്ചാലും യേശുവിനുണ്ടായ പ്രലോഭനങ്ങളെക്കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി അതിൽ ഒരു പ്രലോഭനം, എ കാറ്റഗറി ഓഫ് ടെംപ്റ്റേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അതിതായിരുന്നു പേരും പ്രശസ്തിയൊക്കെ ഉണ്ടാകാനുള്ള ആ ഒരു പ്രലോഭനം. ഇനി അതിന് പ്രലോഭിപ്പിക്കുന്ന സാത്താനെ കാണാൻ പറ്റും. യേശുവിനോട് പറഞ്ഞത്, നീ എടുത്ത് ചാട്, ദേവാലയ ഗോപുരത്തിൽ നിന്നും താഴേക്ക് ചാട്, വലിയ ജനാവലിയാണ് അവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഇനി നീ അങ്ങനെ ചാടി ഒരു കുഴപ്പമില്ലാതെ അവിടെ നിന്ന് കഴിയുമ്പോഴത്തേക്കും ജനങ്ങളെല്ലാം നിന്നെ ഒരുപാട് പ്രശംസിക്കും. എന്താ, അത് നല്ല കാര്യമല്ലേ, എടുത്ത് ചാടിക്കൊള്ളാൻ പറഞ്ഞു. അവിടെ യേശു സൂചിപ്പിച്ച ഒരു കാര്യം, ഈ പ്രലോഭനത്തിൽ എന്നെ വീഴിക്കാൻ നീ നോക്കേണ്ട കാര്യമില്ല, ഞാനതിന് വിധേയപ്പെടത്തില്ല എന്ന് പറയുന്ന യേശുവിനെ, ആ പ്രലോഭനത്തെ അതിജീവിക്കുന്ന യേശുവിനെയാണ് അവിടെ നമ്മൾ കാണുക. പക്ഷെ ഒത്തിരി പേര് ഈ പ്രലോഭനത്തിന് അതിന് കീഴ്പ്പെട്ടു പോവുകയാണ്. ഇവിടെയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള അറിവ്, ആവശ്യമായിട്ടുള്ള ആത്മീയ കരുത്ത്, ഇതെല്ലാം നമ്മൾ സമ്പാദിക്കേണ്ടത്. ആദ്യമായി നമ്മൾ ചിന്തിക്കുന്നത്, ഈ പ്രശസ്തി നമ്മൾ ഉണ്ടാക്കേണ്ടതാണോ അതോ നമ്മളെ തേടി വരേണ്ടതാണോ? വചനം എന്താ അതേക്കുറിച്ച് പഠിപ്പിക്കുക? പ്രശസ്തി നമ്മളായിട്ട് ഉണ്ടാക്കേണ്ടതല്ല, പ്രശസ്തി നമ്മളെ തേടി വരണം എന്ന് പറഞ്ഞാൽ, ഞാനായിട്ട് എന്നെ ഉയർത്താൻ നോക്കിയാൽ വലിയ പാടായിരിക്കും. പക്ഷേ ദൈവമായിട്ട് എന്നെ ഉയർത്താൻ നോക്കുന്നെങ്കിൽ വളരെ എളുപ്പത്തിൽ ദൈവത്തിന് അത് ചെയ്യാൻ പറ്റും. അത് നമ്മളെ തേടി വരേണ്ട ഒരു കാര്യമായിട്ട് നമ്മൾ എടുക്കണം. ആരെയാണ് പ്രശസ്തി തേടി വരിക? വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ വിശ്വസ്തരെ ദൈവം പ്രശസ്തരാക്കി. എത്ര സംഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റും. വിശ്വസ്തരായിട്ട് അവർ ജീവിച്ചു, ദൈവം അവരെ പ്രശസ്തരാക്കി. ഈ വിശ്വസ്തത മറന്നുകൊണ്ടൊക്കെ പ്രശസ്തിക്ക് വേണ്ടി ഒരുപാട് തലയും കുത്തി മറിഞ്ഞ് അല്ലെങ്കിൽ ചങ്ക് പൊട്ടി അധ്വാനിച്ചിട്ട് ഉദ്ദേശിച്ചിടത്ത് എത്താതിരിക്കുന്ന എത്ര സംഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇനി എങ്ങാനും നമ്മൾ പ്രശസ്തരായാൽ പോലും അതിൽ നിലനിൽക്കാൻ നമുക്ക് സാധിക്കണമെന്നില്ല. അതാണ് അപ്പോസ്തല പ്രവർത്തനം 5-ാം അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ, ദൈവത്താൽ ആരംഭിക്കപ്പെട്ട ഒരു കാര്യമാണെങ്കിൽ മനുഷ്യർക്കത് തകർക്കാൻ പറ്റില്ല. പകരം മനുഷ്യരാൽ ആരംഭിക്കപ്പെട്ടതാണെങ്കിൽ, ദൈവത്തിൻ്റെ ആ അംഗീകാര മുദ്ര ഇല്ലാത്ത ഒരു സംരംഭമാണെങ്കിൽ അത് തന്നെ കെട്ടടങ്ങും. അത് അപ്പോസ്തല പ്രവർത്തനം 5-ാം അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ അതിൻ്റെ കാതലായ ഒരു സന്ദേശം അത് തന്നെയാണ്. 38-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ അത് കാണാൻ പറ്റും. മനുഷ്യരിൽ നിന്നുള്ള ഉദ്യമം പരാജയപ്പെട്ടിരിക്കും, ദൈവത്തിൽ നിന്നുള്ള, ദൈവത്തിൻ്റെ സപ്പോർട്ടോടുകൂടിയുള്ള ഉദ്യമമാണെങ്കിൽ അത് വിജയം കാണും എന്നുള്ളത് അവിടെ പറഞ്ഞിട്ടുണ്ട്. ലൂക്ക 14:11, 18:14 വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, താഴ്ത്തുന്നവനോ ദൈവത്താൽ ഉയർത്തപ്പെടും. അവിടെ ഞാൻ പറഞ്ഞേ, ദൈവം ഉയർത്തിയാലേ നമുക്ക് ഉയർന്നു നിൽക്കാൻ പറ്റത്തുള്ളൂ. നമ്മളായിട്ട് കഷ്ടപ്പെട്ടോ കാശ് മുടക്കിയോ ഉണ്ടാക്കുന്ന പേരും പ്രശസ്തിയും അത് നിലനിൽക്കണമെന്നില്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ആരെങ്കിലും തിരിച്ചറിയുക, മനസ്സിലാക്കുക. നമ്മൾ പണം മുടക്കിയാണ് അങ്ങനെ ഒരു പദവി ഉണ്ടാക്കിയത് എന്നറിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് വില ഉണ്ടാവുക? അപ്പോൾ വരാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. രണ്ടാമതായിട്ട് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, വിശ്വസ്തരോട് ദൈവം വിശ്വസ്തനായിരിക്കും. അതുകൊണ്ട് നമ്മൾ വിശ്വസ്തനായാൽ മതി, ബാക്കി ദൈവം ചെയ്യും. സങ്കീർത്തനം 18:25, വിശ്വസ്തനോട് വിശ്വസ്തനായിരിക്കും, നിർമ്മലനോട് ദൈവം നിർമ്മലനായിരിക്കും. ഇത് തന്നെയാണ് 2 സാമുവേൽ 22-ാം അധ്യായം 26-ാമത്തെ വചനത്തിലൂടെ കടന്നു പോകുമ്പോഴും നമ്മൾ കാണുക. ആ വിശ്വസ്തത, ദൈവത്തോടുള്ള മറ്റുള്ളവരോടുള്ള വിശ്വസ്തത, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഉൽപ്പത്തി 32:10 വായിച്ചാൽ അവിടെ യാക്കോബ് വിളിച്ചു പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ വന്നത് വെറും ഒരു വടിയായിട്ടാണ്, പക്ഷേ ഇന്നിപ്പം വലിയ ഒരു ആടുമാടുകളുടെ ഗണം എനിക്കുണ്ട്, ദൈവം അനുഗ്രഹിച്ചു തന്നാണ്. അങ്ങനെ ആ ദൈവത്തോട് വിശ്വസ്തത പുലർത്താനുള്ള മനസ്സ് കാണിക്കുന്ന വ്യക്തിയെ അവിടെ നമുക്ക് കാണാൻ പറ്റും. സംഖ്യ 5-ാം അധ്യായം 6-ാമത്തെ വചനം എടുത്താൽ, സ്ത്രീയോ പുരുഷനോ വിശ്വസ്തത ലംഘിച്ചാൽ ആ തെറ്റ് ഏറ്റുപറയണം. വിശ്വസ്തത ലംഘിക്കുന്നത് മാരകമായ ഒരു പാപമാണ്, അത് ഏറ്റുപറഞ്ഞ് സംസാരിക്കണം എന്നുള്ളത് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുക. നെഹെമ്യ 7:2-ാമത്തെ വചനം കൂടി എടുത്താൽ, വിശ്വസ്തതയിലും ദൈവഭക്തിയിലും ഹനാനിയ അതുല്യനായിരുന്നു. നമുക്ക് വേണമെങ്കിൽ ഇതൊക്കെ മറന്ന് ജീവിക്കാം, വേണമെങ്കിൽ വിശ്വസ്തതയിൽ അതുല്യരാകാൻ നമുക്ക്
സാധിക്കും എന്നുള്ളത് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. സങ്കീർത്തനം 31 അതിൻ്റെ 23-ാമത്തെ വചനം എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, വിശ്വസ്തരെ ദൈവം പരിപാലിക്കും. അവിശ്വസ്തരെ ദൈവം ലജ്ജ കൊടുപ്പിക്കും. വിശ്വസ്തരെയാണ് ദൈവം പരിപാലിക്കുന്നത്. അതാണ് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, നിന്റെ വിശ്വസ്തത നീ തെളിയിച്ചാൽ ദൈവം നിന്നെ പ്രശസ്തിയിലേക്ക് ഉയർത്തിയിരിക്കും. അങ്ങനെയുള്ള കുറേ വചനഭാഗങ്ങൾ നമുക്ക് കാണാൻ പറ്റും. 1 മക്കബായർ 2:52 അബ്രാഹം തൻ്റെ വിശ്വസ്തത തെളിയിച്ചു, അബ്രാഹത്തെ ദൈവം അനുഗ്രഹിച്ചു കിടത്തി. 1 മക്കബായർ 2:53 തൊട്ടടുത്ത വചനം, പഴയ നിയമത്തിലെ ജോസഫ് കഷ്ടതയുടെ കാലത്തും കൽപ്പനകൾ കൃത്യമായിട്ട് പാലിച്ചു. അങ്ങനെ ദൈവത്തോട് വിശ്വസ്തനായി ജീവിച്ചു. അവനെ ഈജിപ്തിൽ 2-ാം സ്ഥാനത്തേക്ക് ദൈവം ഉയർത്തിയില്ലേ? അതുപോലെ വിശ്വസ്തനായിട്ട് നമ്മൾ ജീവിച്ചാൽ ദൈവം നമ്മെ അനുഗ്രഹിച്ചുയർത്തും. ജോബിൻ്റെ പുസ്തകം 1:21 വായിച്ചാൽ ജോബ് പറയുന്നുണ്ട്, കർത്താവ് തന്നു, കർത്താവ് എടുത്തു. 19-ാം അധ്യായം 26 എൻ്റെ ചർമ്മം അഴുകിപ്പോയാലും അതിനുള്ളിലെ മാംസത്തിൽ ഞാൻ ദൈവത്തെ കണ്ട് മഹത്വപ്പെടുത്തും. ഇതുകൊണ്ട് എന്താ, 42-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ജോബിന് നഷ്ടപ്പെട്ടതെല്ലാം ഇരട്ടിയായിട്ട് ദൈവം കൊടുത്ത് അവൻ്റെ ആയുസ്സം നീട്ടി അവനെ ഉയർത്തുന്ന രംഗമാണ് അവസാനത്തെ അധ്യായം 42-ാം അധ്യായത്തിൽ നമ്മൾ കാണുക. 2 മക്കബായർ 6-7 അധ്യായങ്ങൾ വായിച്ചാൽ ഏലിയാസറിൻ്റെ കാര്യം, വിധവയും 7 മക്കള്, അവരെല്ലാം വിശ്വസ്തത തെളിയിച്ചപ്പോൾ ദൈവം അനുഗ്രഹിച്ചുയർത്തുന്ന ആ രംഗമാണ് അവിടെ നമ്മൾ കാണുക. ദാനിയേൽ 3-ാം അധ്യായം, അവിടെയും വിശ്വസ്തത തെളിയിച്ച സൂസന്നയ്ക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുന്നത് കാണാൻ പറ്റും. അവൾ ലോകപ്രശസ്തിയായിട്ട് മാറുന്നത് നമ്മൾ കാണുന്നുണ്ട്. അവസാനമായിട്ട് നമ്മൾ മനസ്സിലാക്കണം, അഭിമാനിക്കാൻ ആർക്കാണ് വകയുള്ളത് എന്ന് വചനം കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നമുക്ക് ബംഗ്ലാവ് വെച്ചതിലോ വിലപിടിപ്പുള്ള കാറ് വാങ്ങിച്ചതിലോ വിദേശത്ത് പോകാൻ പറ്റിയതിലോ ഇഷ്ടംപോലെ സമ്പത്തുണ്ടാക്കാൻ പറ്റിയതിലോ സമയത്ത് മക്കളെ കെട്ടിച്ചു വിടാൻ പറ്റിയതിൽ ഇതൊക്കെയാണോ അഭിമാനിക്കേണ്ടത്? അഭിമാനിക്കാനുള്ള വക എവിടെയുണ്ടെന്ന് കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുന്നുണ്ട്. പ്രഭാഷകൻ 31 10-ാമത്തെ വചനം, പാപം ചെയ്യാൻ അവസരവും പാപം ചെയ്യാൻ കഴിവുമുണ്ടായിട്ട് നീ അത് ചെയ്യാതിരിക്കുന്നെങ്കിൽ, ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി നീ പാപം ചെയ്യാതിരിക്കുന്നെങ്കിൽ നിനക്ക് അഭിമാനത്തിന് വകയുണ്ട് എന്നുള്ളത് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഇതുപോലെ നമ്മൾ സഹനത്തിൻ്റെ നടുവിൽ വിശ്വസ്തരായി ജീവിച്ചാൽ ദൈവം നമ്മെ അനുഗ്രഹിച്ചുയർത്തും. അതിന് വലിയ പ്രതിഫലം ഉണ്ടാവും. 1 പത്രോസ് 4-ാം അധ്യായം 12 മുതൽ 5-ാം അധ്യായം 9-10 വചനങ്ങളെല്ലാം വായിക്കുമ്പോൾ കർത്താവിനോട് ചേർന്ന് സഹനത്തിൽ വിശ്വസ്തരായിട്ട് നമ്മൾ നിലകൊള്ളുമെങ്കിൽ കർത്താവിൻ്റെ മഹത്വത്തിൽ നമ്മൾ പങ്കുകാരാകും. ഒരു ബോധ്യത്തോടെ ജീവിക്കുവാൻ വേണ്ട കൃപയ്ക്കും അഭിഷേകത്തിനുമായി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ശിരസ് നമിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദവും നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒരുമിക്കാം. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.